ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. മക്കെദോനിയയിൽ ചെന്നപ്പോൾ പോലും ഒരു വിശ്രമവുമില്ലാതിരുന്ന പൗലോസിനെയും സഹപ്രവർത്തകരെയും സദാ അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഭയം, ക്ലേശങ്ങൾ, പീഡനങ്ങൾ. ഉത്തരം: ക്ലേശങ്ങൾ. 2. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടാകട്ടെ എന്ന് ആശിക്കുന്ന പൗലോസ് ഞങ്ങൾ എന്തു ചെയ്തിട്ടില്ല എന്നാണ് ആദ്യം ഉറപ്പിച്ച് പറയുന്നത്? ഓപ്ഷൻസ്: മുറിപ്പെടുത്തിയിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. ഉത്തരം: ദ്രോഹിച്ചിട്ടില്ല. 3. പല കാര്യങ്ങളിലും ഉത്സാഹിയും പലതവണ പരീക്ഷിച്ചറിയുകയും ചെയ്ത സഹോദരന് കോറിന്തോസുകാരിലുള്ളതായി സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: ഉത്തമ വിശ്വാസം, ബഹുമാനം, ആദരവ്. ഉത്തരം: ഉത്തമ വിശ്വാസം. 4. ഞങ്ങൾ എവിടെ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഓപ്ഷൻസ്: മക്കെദോനിയ, എഫേസോസ്, റോമ. ഉത്തരം: മക്കെദോനിയ. 5. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് ഞങ്ങൾക്ക് ആശ്വാസം നൽകിയത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: സഹോദരന്മാർ, തീത്തോസ്, തിമോത്തിയോസ്. ഉത്തരം: തീത്തോസ്. 6. പൂരിപ്പിക്കുക. അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പ്രത്യുത ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം വെളിപ്പെടേണ്ടതിനാണ്. ഓപ്ഷൻസ്: കർത്താവിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ മുന്നിൽ, ദൈവസന്നിധിയിൽ. ഉത്തരം: ദൈവസന്നിധിയിൽ. 7. ആരുടെ മനസ്സിനാണ് കോറിന്തോസുകാർ ആശ്വാസമേകിയത്? ഓപ്ഷൻസ്: തീത്തോസ്, തിമോത്തിയോസ്, സിൽവാനോസ്. ഉത്തരം: തീത്തോസ്. 8. എങ്ങനെയുള്ള ദുഃഖമാണ് രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ലൗകികമായ, ഭൗതികമായ, ദൈവഹിതപ്രകാരമുള്ള. ഉത്തരം: ദൈവഹിതപ്രകാരമുള്ള. 9. പൂരിപ്പിക്കുക. എനിക്ക് നിങ്ങളിൽ പരിപൂർണ ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഓപ്ഷൻസ്: സംതൃപ്തി, വിശ്വാസം, പ്രതീക്ഷ. ഉത്തരം: വിശ്വാസം. 10. മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ടത് എന്താണ്? ഓപ്ഷൻസ്: കൃപ, ദൈവകൃപ, ദൈവിക ദാനങ്ങൾ. ഉത്തരം: ദൈവകൃപ. 11. കോറിന്തോസുകാർ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത എങ്ങനെ പ്രകടിപ്പിക്കാനാണ് സ്ലീഹ ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻസ്: താൽപ്പര്യത്തോടും സന്തോഷത്തോടും, കഴിവനുസരിച്ച് പ്രവൃത്തിയിലും, സന്തോഷത്തോടും കഴിവനുസരിച്ചും. ഉത്തരം: കഴിവനുസരിച്ച് പ്രവൃത്തിയിലും. 12. സമ്പന്നനായിരുന്ന യേശു ക്രിസ്തു നമ്മെ പ്രതി ദരിദ്രനായി തീർന്നത് എന്തിനു വേണ്ടി എന്നാണ് സ്ലീഹ വ്യക്തമാക്കുന്നത്? ഓപ്ഷൻസ്: ക്രിസ്തുവിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നതിനു വേണ്ടി, തൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകാൻ വേണ്ടി, കുറവുകൾ നികത്തപ്പെട്ട് സമത്വം ഉണ്ടാകുന്നതിനു വേണ്ടി. ഉത്തരം: തൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകാൻ വേണ്ടി. 13. പൂരിപ്പിക്കുക. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു ഉണ്ടായിട്ടില്ല. ഓപ്ഷൻസ്: ദുഃഖം, നഷ്ടം, കുറവ്. ഉത്തരം: നഷ്ടം. 14. 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് സ്ലീഹ തീത്തോസിനെ വിശേഷിപ്പിക്കുന്നത് ആരായിട്ടാണ്? ഓപ്ഷൻസ്: ക്രിസ്തുവിൻ്റെ മഹത്വം, തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും, സഭയുടെ അപ്പസ്തോലൻ. ഉത്തരം: തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും. 15. കൂടെ അയക്കുന്ന സഹോദരൻ ഏതു കാര്യത്തിലാണ് എല്ലാ സഭകളിലും പ്രസക്തി നേടിയിരിക്കുന്നത്? ഓപ്ഷൻസ്: സേവനത്തിൻ്റെ ശുശ്രൂഷയിൽ, വിശുദ്ധർക്കുള്ള ശുശ്രൂഷയിൽ, സുവിശേഷ പ്രഘോഷണത്തിൽ. ഉത്തരം: സുവിശേഷ പ്രഘോഷണത്തിൽ. 16.
2 കൊറിന്തോസ് 7-ാം അധ്യായത്തിൽ ആരെ സമാശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ഓപ്ഷൻസ്: ആശയറ്റവരെ, അവശരെ, ദുഃഖിക്കുന്നവരെ. ഉത്തരം: ആശയറ്റവരെ. 17 ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കെദോനിയയിലെ സഭകളുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും കരകവിഞ്ഞൊഴുകിയത് എന്തായിട്ടാണ്? ഓപ്ഷൻസ്: ഉദാരതയുടെ സമ്പത്തായി, ദൈവത്തിൻ്റെ കരുണയായി, നിസ്വാർത്ഥ സേവനമായി. ഉത്തരം: ഉദാരതയുടെ സമ്പത്തായി. 18 കൊറിന്തോസുകാരിൽ തനിക്കുണ്ടെന്ന് പൗലോസ് അവകാശപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: പ്രത്യാശയും അഭിമാനവും, താൽപ്പര്യവും സഹതാപവും, ഉത്തമവിശ്വാസവും വലിയ അഭിമാനവും. ഉത്തരം: ഉത്തമവിശ്വാസവും വലിയ അഭിമാനവും. 19 കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ആരായിത്തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻസ്: അപമാനിതൻ, ദരിദ്രൻ, പീഡിതൻ. ഉത്തരം: ദരിദ്രൻ. 20 എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. വചനഭാഗം. ഓപ്ഷൻസ്: 8:13, 8:16, 8:15. ഉത്തരം: 8:15. 21 സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും ആരായിട്ടാണ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: തീത്തോസ്, സഹോദരന്മാർ, തിമോത്തിയോസ്. ഉത്തരം: സഹോദരന്മാർ. 22 ഞങ്ങളെ ജഡികന്മാരായി കാണുന്നവരെ ധീരമായി നേരിടാനുള്ള എന്തുണ്ടെന്നാണ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: വിശ്വാസം, ധൈര്യം, ആത്മവിശ്വാസം. ഉത്തരം: ആത്മവിശ്വാസം. 23 എന്തു പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധർക്കുള്ള ധനശേഖരണം ശ്ലീഹ അവസാനിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ദൈവത്തിനു നന്ദി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. ഉത്തരം: ദൈവത്തിന് സ്തുതി. 24 നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് ഡാഷ് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻസ്: ശക്തി, അധികാരം, നിയമം. ഉത്തരം: അധികാരം. 25 2 കൊറിന്തോസ് 10:18 പ്രകാരം ആരാണ് സ്വീകാര്യൻ? ഓപ്ഷൻസ്: ദൈവം പ്രശംസിക്കുന്നവൻ, മറ്റുള്ളവർ പ്രശംസിക്കുന്നവൻ, കർത്താവ് പ്രശംസിക്കുന്നവൻ. ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവൻ. 26 പൗലോസും സഹപ്രവർത്തകരും ആരുടെ ഗണത്തിൽപ്പെടാനോ അവരോട് താരതമ്യം ചെയ്യാനോ ആണ് തുനിയാത്തത്? ഓപ്ഷൻസ്: അഹങ്കരിക്കുന്നവരുടെ, അസൂയാലുക്കളുടെ, ആത്മപ്രശംസ നടത്തുന്നവരുടെ. ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവരുടെ. 27 പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്നവരെ ആരായിട്ടാണ് പൗലോസ് വിലയിരുത്തുക? ഓപ്ഷൻസ്: അഹങ്കാരികൾ, തൻ്റേടികൾ, വിഡ്ഢികൾ. ഉത്തരം: വിഡ്ഢികൾ. 28 ജഡിക പോരാട്ടമല്ല തങ്ങൾ നടത്തുന്നതെന്ന് വാദിക്കുന്ന ശ്ലീഹ തങ്ങളുടെ ജഡികമല്ലാത്ത സമരായുധങ്ങൾ എന്തിനെ തകർക്കാൻ ദൈവത്തിൽ ശക്തങ്ങളാണെന്നാണ് ഉറപ്പിച്ച് പറയുന്നത്? ഓപ്ഷൻസ്: അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ, ദുർഗമങ്ങളായ കോട്ടകൾ. ഉത്തരം: ദുർഗമങ്ങളായ കോട്ടകൾ. 29 കൊറിന്തോസ് 2-ാം ലേഖനത്തിലെ 9-ാം അധ്യായത്തിൽ കൊറിന്തോസുകാർ വാഗ്ദാനം ചെയ്തത് എന്തെന്നാണ് ശ്ലീഹ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: സേവനം, സഹകരണം, ഉദാരമായ സംഭാവന. ഉത്തരം: ഉദാരമായ സംഭാവന. 30 അടുത്തായിരിക്കുമ്പോൾ തന്നെക്കുറിച്ച് കൊറിന്തോസുകാർ കരുതുന്നതെന്തെന്നാണ് പൗലോസ് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻസ്: തൻ്റേടി, സൗമ്യൻ, വിനീതൻ. ഉത്തരം: വിനീതൻ. 31 അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യുമെന്ന് അഭിപ്രായപ്പെടുന്ന പൗലോസ് തുടർന്ന് രേഖപ്പെടുത്തുന്നത് എന്താണ്? ഓപ്ഷൻസ്: അവൻ വാരി വിതറി ദരിദ്രർക്ക് ദാനം ചെയ്തു,
അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഉത്തരം: ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. 32. ദൈവം നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി പാലിക്കുമെന്ന് വ്യക്തമാക്കുന്ന ശ്ലീഹ ആ പരിധിയിൽ ആരും ഉൾപ്പെടുമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: കൊറിന്തോസുകാരും, വിജാതീയരും, യഹൂദരും. ഉത്തരം: കൊറിന്തോസുകാരും.